സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പാളയം എന്ന വിശ്വവിഖ്യാതമായ പള്ളി യൂണിവേഴ്സിറ്റി കോളേജിന്റെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ പള്ളിയിൽ ഇന്ന് ചില പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചില കണക്കിന്റെ പ്രശ്നങ്ങൾ, ചില വസ്തു പ്രശ്നങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, ഇപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ പുകയുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പയ്യമ്പള്ളി. അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കോമ്രേഡ് മീഡിയ ഇദ്ദേഹത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കോമ്രേഡ് മീഡിയയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. ശ്രീ ഫിലിപ്പ് പയ്യമ്പള്ളി, താങ്കൾ ഈ പള്ളിയിൽ എത്ര വർഷമായിട്ട് മെമ്പറായിട്ട് ഉണ്ട്? ഓർത്തഡോക്സ് പള്ളിയിൽ 15 വർഷമായി. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇന്ന് ഈ പള്ളിയിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയാം. ഈ പള്ളിയിലുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് ഇതിന്റെ മൂല കാരണം? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. മൂല കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും കേസുകളും അതുപോലെ തന്നെ കണക്കിന്റെ കണക്കുകൾ തെറ്റാണ് വർഷങ്ങളായിട്ടുള്ള. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത് ഇപ്പോഴത്തെ കൈക്കാരൻ തന്നെയാണ് അത് പുറത്ത് പറയുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയാണ് അത് കണക്കുകൾ പുറത്തു വന്നത്. അങ്ങനെ അത് ഒരു പ്രശ്നമായി വന്നു. ഇത് രണ്ടുമാണ് ഇപ്പം പ്രതിസന്ധിയായിട്ട് കോടതിയിലും അല്ലാതെ പള്ളിയിലും ഒക്കെ ആയിട്ട് പൊതുയോഗം കൂടാൻ പറ്റാതെ ഇപ്പോൾ 1 വർഷത്തോളമായി പൊതുയോഗം കൂടിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ഭരണപ്രതിസന്ധിയിൽ ഇന്ന് പള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കൈക്കാരൻ എന്ന് പറയുന്നത് 2004 വർഷത്തോളം അല്ലാതെ വന്നിട്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഈ 4 വർഷം കൊണ്ടുണ്ടായ പ്രശ്നമാണോ അതോ പ്രശ്നങ്ങളൊക്കെ അതിന് മുമ്പേ ഉള്ള പ്രശ്നങ്ങളാണോ? മുമ്പേ ഉള്ളതാണ്. ഈ കണക്കിന്റെ പ്രശ്നം അതിന് മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഇത് ആരും മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാൻ പറഞ്ഞില്ല. കണക്ക് ആർക്കും അറിയത്തില്ലല്ലോ പള്ളിയിൽ. പക്ഷെ ഇദ്ദേഹം പൊതുയോഗത്തിൽ വന്നിരുന്ന് പറഞ്ഞു ഇത് കണക്കുകൾ മുഴുവൻ തെറ്റാണ്, അപ്പം അത് ശരിയാക്കണം എന്ന് ഇടവക പൊതുയോഗം പറഞ്ഞു. പക്ഷെ അദ്ദേഹം ശരിയാക്കിയില്ല. 1 വർഷം കഴിഞ്ഞുപോയി. അടുത്ത വർഷം വന്നപ്പോഴും പൊതുയോഗത്തിൽ വന്നപ്പം കണക്ക് ശരിയാക്കി എന്ന് ചോദിച്ചപ്പോൾ ശരിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞു. പിന്നെ പുറകോട്ടുള്ള കണക്കുകളിലേക്ക് പോയി. അങ്ങനെ അത് പിന്നെ കോടതിയിലേക്ക് കേസിൽ ഇടവത്ര പോലത്തേക്ക് പരാതി പോയപ്പോൾ ഇടവത്ര പോലത്തെ അത് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് കൽപ്പന അയച്ചു. അങ്ങനെ 6 കൽപ്പനകളോളം അയച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഓരോ പൊതുയോഗം കൂടുമ്പോഴും. അങ്ങനെ അത് പ്രതിസന്ധി പിന്നെ കോടതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഓഡിറ്റേഴ്സ് എല്ലാം വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തെന്നാണല്ലോ ഈ ഭരണപക്ഷത്ത് നിൽക്കുന്നവർ പറയുന്നത്. അതിൽ ഒന്നും വാസ്തവമുണ്ടോ? എന്തെങ്കിലും വാസ്തവം? ഓഡിറ്റേഴ്സ് 2020 മുമ്പത്തെ ഇപ്പൊ ലാസ്റ്റ് പൊതുയോഗത്തിന് തൊണ്ടുമുമ്പുള്ള പൊതുയോഗത്തിന്റെ റിപ്പോർട്ടിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ എഴുതിയിരിക്കുന്നത് ഇതിന്റെ കണക്കുകൾ അതിന്റെ പാസ്ബുക്കുമായിട്ടോ താരതമ്യപ്പെടുത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു. ഞങ്ങൾ തന്ന കണക്ക് വെച്ച് ഞങ്ങൾ കണക്ക് അവതരിപ്പിച്ച് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. 2 വർഷം മുമ്പുള്ള പൊതുയോഗത്തിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് എന്തുകൊണ്ട് വരുന്നു? അതായത് ഇതിൽ ഒന്നുകിൽ കണക്ക് കാണിക്കാൻ കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സം കൊണ്ടാണോ? എന്താണെന്ന് താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടായിരിക്കും ഈ കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്തത്? അതാണ് കോടതിയും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കണക്ക് അതായത് അന്നത്തെ ഇടവത്ര പോലത്തെ ആയിട്ടുള്ള ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇവർക്ക് കണക്ക് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ 6 പ്രാവശ്യം കൽപ്പന കൊടുത്തപ്പോഴും ശരിയാക്കി കൊടുത്തില്ല. അപ്പോൾ ഗബ്രിയേൽ തിരുമേനി അവസാനം പറഞ്ഞു നിങ്ങൾ കണക്ക് ശരിയാക്കാതെ പൊതുയോഗം നടത്തണ്ട എന്ന് ഒരു കൽപ്പന പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി ഭരണസമിതിക്ക് കൊടുത്തു, വികാരിക്ക് ഉൾപ്പെടെ. അതനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ പൊതുയോഗം കൂടാൻ വേണ്ടി നമ്മുടെ കൈക്കാരനും കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന് കേസിന് പോയി. കോടതി നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് കണക്കുകൾ തെറ്റാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കണക്ക് എത്രയും വന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയും വന്ന് പൊതുയോഗം കൂടൂ എന്നാണ് ബഹുമാനപ്പെട്ട മിൻസിഫ് കോടതി 3rd മിൻസിഫ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ ഈ കേസുകൾ ഈ കണക്കുകൾ ബന്ധപ്പെട്ട കേസുകളാണോ ഇപ്പൊ നിലവിലുള്ളത്? അത് മാത്രമാണോ? അല്ലല്ല, മറ്റു കേസുകളും ഉണ്ട്. അപ്പൊ ഈ കേസുകൾ
ഇത്രയും കൊടുക്കുമ്പോൾ എത്ര കേസുകൾ കൊടുത്തു, അല്ലെങ്കിൽ ഈ കേസുകൾ തിരിച്ചേതെങ്കിലും തരത്തിലുള്ള കൗണ്ടർ കേസുകൾ തിരുവേണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അത്തരത്തിൽ കേസുകളെ കുറിച്ചൊന്നുണ്ടെന്ന് ആധികാരികമായിട്ട് പറയാമോ? ഏതൊക്കെ ടൈപ്പിലുള്ള കേസുകളാണ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് ബാവാപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ട കേസ്, പിന്നെ പൊതുയോഗവുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ഞങ്ങളെ പുറത്താക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ, പിന്നെ അങ്ങനെ പള്ളി പണിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, പള്ളിയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച കേസ്, ഇങ്ങനെയുള്ള കേസുകളെല്ലാം കിടപ്പണം. അതിന്റെ ബാവാപ്പറമ്പിന്റെ കേസിൽ ഒരു കേസ് ബാവയ്ക്ക് പ്രതികൂലമായിട്ട് ഒരു ചെറിയൊരു പോയിന്റ് മാത്രം അതിനകത്ത് ആഡ് ചെയ്തിരുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, അതായത് അവിടെ ഇരിക്കുന്ന കെട്ടിടം പൊളിക്കരുത്. അപ്പം അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്, ബാവ തിരുമേനി അപ്പീൽ പോയിട്ടുണ്ട്. അത് ജില്ലാ കോടതി കേസ് നിലനിൽക്കുകയാണ്, അപ്പീല്. മറ്റേ മുനിസിപ്പലും നിലനിൽക്കുകയാണ്, ആ കേസിന്റെ ഫൈനൽ വന്നിട്ടില്ല. അതിന്റെ ആർ ഡി ഒയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ ഓർഡറേ വരും, അതിനനുസരിച്ചായിരിക്കും മുനിസിപ്പലെ വിധി വരുന്നത്. അതനുസരിച്ച് ജില്ലാ കോടതിയിലുള്ള കേസിന്റെ അത് പെൻഡിങ് നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് പള്ളി പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ട്, പിന്നെ ഈ പറയുന്ന പൊതുയോഗവുമായിട്ട് ബന്ധപ്പെട്ട് 3-4 കേസുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്നവർ, ഈ സഭാ നേതൃത്വത്തിലൊക്കെ നിൽക്കുന്നവർ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അത് സത്യസന്ധത, ആളുകളുമായിട്ടുള്ള സമവായത്തിലുള്ള കാര്യങ്ങൾ ആരെയും കാരണം ഒരു മത്സരത്തിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ പോകേണ്ട ഒരു പള്ളി, ഇത്രയും പ്രത്യേകിച്ചും 125 വർഷം പാരമ്പര്യമുള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് സഭക്കാരും മറ്റാളുകളും ഒക്കെ ഇത് ഉറ്റുനോക്കും ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പലരും ആശങ്കാകുലരാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എന്തുകൊണ്ട് സഭാ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല? എന്തായിരിക്കും അതിന് കാരണം? സഭാ നേതൃത്വം 2 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആദ്യം മുതലേ ചർച്ചയ്ക്ക് വിളിച്ചു. അതിന്റെ സഭയ്ക്കെതിരെ കേസിന് പോയി കഴിഞ്ഞാൽ ബാവാതിരുമേനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം കേസുമായിട്ട് മുന്നോട്ട് പോകും ഒരു പള്ളി. അപ്പോൾ അതിന് ചർച്ചയ്ക്ക് വീണ്ടും വിളിച്ചു. പക്ഷേ ഒരു രീതിയിലും ചർച്ചകളോട് സഹകരിക്കത്തില്ല. സഹകരിക്കുന്ന പറഞ്ഞാൽ സഭയ്ക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും ബാവാപ്പറമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബാവാപ്പറമ്പ് സഭ ബാവാതിരുമേനി അവസാനം പറഞ്ഞത് ബാവാപ്പറമ്പ് സഭയുടെയാണ് ആ വസ്തുവിൽ കെട്ടിടം പണിയാനുള്ള അനുമതി നിങ്ങൾ തരുക, അതായത് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് അതൊന്ന് പിൻവലിച്ച് തരുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പള്ളി പണിതോളൂ, പള്ളി പണിയാൻ ഞാൻ അനുമതി തരാം. ആ ഒരു സെറ്റിൽമെന്റിൽ അവർ തയ്യാറല്ല. അവർ പറയുന്ന ബാവാപ്പറമ്പ് പള്ളിയുടെയാണ്, പള്ളിക്ക് അത് വേണം. ആ ഒരു അവിടെ നിൽക്കുക, ചർച്ച അവിടെ നിൽക്കുക. അവിടുന്ന് വേണം ഈ കണക്കിലേക്കൊക്കെ വരാൻ. അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഒന്നും ചർച്ചയിലേക്ക് വരാൻ പറ്റും, കണക്കിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. ഈ ബാവാപ്പറമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് അത് ജനറൽ ഹോസ്പിറ്റലിന് സെക്രട്ടേറിയറ്റിനും നടുക്കത്തെ വഴിയിലാണ്. അപ്പൊ എന്തുകൊണ്ട് എത്ര ഏതാണ്ട് 150 വർഷത്തോളം പഴക്കമുള്ള മുമ്പ് മേടിച്ച ഒരു സ്ഥലമാണ് അത്? ആരുടെ പേരിലാണ് അത് മേടിച്ചിരുന്നത് അറിയാമോ? അന്ന് 1875 അന്ന് നമുക്കറിയില്ല. പാത്രീസ് ബാവയ്ക്ക് വേണ്ടിയാണ് ആ സ്ഥലം വാങ്ങിക്കുന്നത്. അന്ന് വാങ്ങിച്ച മലങ്കര സഭയുടെ എല്ലാ സ്വത്തുക്കളും പാത്രീസ് ബാവയുടെ പേരില്ല. പരിമലപ്പള്ളി അതുപോലെ പല സ്ഥലങ്ങളും അന്ന് പാത്രീസ് ബാവ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ എല്ലാ വസ്തുക്കളും ആക്കണം, എല്ലാ പള്ളികളും എൻ്റെ പേരിലാക്കി തരണം എന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ പേരിൽ കുറച്ച് പള്ളികളൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്തു. കുറെ പള്ളികൾ അന്ന് വാങ്ങിച്ച ബസ്സുകളെല്ലാം പാത്രീസ് ബാവയുടെ പേരിലാണ്. അങ്ങനെ ഇതും പാത്രീസ് ബാവയുടെ പേരിലാണ് വാങ്ങിച്ചത്. ഇപ്പൊ നിലവിൽ അത് ബാബയുടെ പേരിലാക്കി. ഈ ബാബയുടെ പേരിൽ ആയതുകൊണ്ട് നമ്മുടെ പള്ളിക്കാർക്ക് എന്താണ് പ്രശ്നം അതിനകത്തുള്ളത്? ബാബയുടെ പേരിലായതുകൊണ്ട് എന്താണ് നമ്മുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം എന്താണ് നമ്മുടെ പ്രശ്നം? അല്ല, ആ ബാവാപ്പറമ്പ് പണ്ട് മുതലേ പള്ളിക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത പ്രോപ്പർട്ടി. അതിനകത്ത് ഒരു കെട്ടിടം ഉണ്ടായിരുന്ന ആ കെട്ടിടം പണ്ട് മുതലേ മെയിൻറ്റെയിൻ ചെയ്തു പോയതല്ലാതെ അവിടെ ഒരു കെട്ടിടം പണിയാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ പള്ളിക്ക് ഒരു കാലത്തും ഇത് പണിയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ബാബ ഇത് ഏറ്റെടുത്തത് പറയാം. അപ്പൊ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തില് നമ്മൾ ഇടവകക്കാര് അതില് ഒരു വലിയൊരു പ്രശ്നമാക്കി അതൊരു കേസിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ, ആവശ്യമുണ്ടോ? അതോ അത് ഒരു അനാവശ്യമായ കേസായിട്ടാണോ കരുതുന്നത്? അനാവശ്യ കേസാണ് അത് പറഞ്ഞാൽ അതിനകത്ത് നിലനിൽക്കുക. കാരണം മുനിസിപ്പൽ കോടതിയാണെങ്കിൽ പോലും അതിനൊരു ഫൈൻഡിങ് തന്നിട്ടില്ല ഇതുവരെ. അത് അവിടെ ഇട്ടിരിക്കുകയാണ് കേസ്.
കാരണം നമുക്കറിയാം സഭയുടെ പേരിൽ പല സ്ഥാപനങ്ങൾ, മറ്റിതര സഭകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, തിരുവനന്തപുരത്തൊക്കെ വരെ മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് പൊതുവേ നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയുടെ സ്ഥാപനങ്ങൾ കുറവാണ്. ഇപ്പം നമ്മുടെ ഇടവക, ഇവൻ കൊട്ടാരക്കരയാണ് എൻ്റെ ഇടവക, കൈപ്പള്ളൂർ ഓർത്തഡോക്സ് ആയാലും അവിടെ തന്നെ ആയാലും നമ്മുടെ കൊട്ടാരക്കര കോളേജ്, ഇത് പറയത്തക്ക ഒരു കോളേജുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടേതായിട്ടുള്ള ഒരു പള്ളിയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ആശ്രയമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഇടവക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭദ്രാസനത്തെ കുറിച്ച് നോക്കുമ്പോൾ അധികമായ ഒരു അത്തരത്തിലുള്ള വലിയ എടുത്തുപറയത്തക്ക സ്ഥാപനങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ പള്ളിക്ക് എന്തൊക്കെ, നമ്മുടെ സഭയ്ക്ക് എന്തൊക്കെയുണ്ട് തിരുവനന്തപുരത്ത് കേന്ദ്രമാക്കി? തിരുവനന്തപുരത്ത് ഫാർമസി കോളേജ് ഉണ്ട്, പിന്നെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി, പക്ഷെ അത് ഇപ്പം പിള്ളേരെ കിട്ടാനില്ല. പിന്നെ സ്കൂളുണ്ട്, പിന്നെ ഇത് രണ്ടുമാണുള്ളത് നമുക്ക്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഈ ബാബാ പറമ്പിൽ ഒരു കൂടെ ഒരു പ്രവർത്തനം സഭയുടെ പേരിൽ കഴിയുന്നതല്ലേ യഥാർത്ഥത്തിൽ? അത് സഭാ നേതൃത്വം ഏറ്റെടുത്താൽ അത് ചെയ്യാവുന്ന കാര്യമല്ലേ അത്? അപ്പൊ അങ്ങനൊരു അതിനെ അപ്പോഴും നമ്മൾ ഇടവകൾ എല്ലാവരോടും ചേർന്ന് നമ്മൾ അതിനെ സമ്മതിച്ചു കൊടുത്ത് അത് ശരിയാക്കുകയല്ലേ വേണ്ടേ? അങ്ങനെ ആ ഒരു അഭിപ്രായം. അപ്പൊ നമുക്കോ ചെയ്യാൻ കഴിയില്ല, നമ്മുടെ പള്ളിക്കോ അതെടുത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോഴത് ചെയ്യാൻ പറ്റുന്ന കഴിവ് അത് പേരിലായി കഴിഞ്ഞാൽ അത് ചെയ്യട്ടെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ അത് ഏതോ സാഹചര്യങ്ങൾ, എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അത് അതിന് അന്വേഷണത്തിലേക്ക് വരട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ അഭിപ്രായം പറയാൻ ഇല്ല. എന്നിവ ഞാൻ ഇപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, ഫിലിപ്പിനെ സംബന്ധിച്ച് ഈ പള്ളിയോട് ഇത്രയും അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ താങ്കൾ യൂത്തിന്റെ ഒരു പ്രവർത്തകനും യൂത്ത് കമ്മിറ്റി അംഗമായിരുന്നു. അപ്പോൾ പല പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഈ മാനേജിങ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളോട് താങ്കൾക്ക് താല്പര്യമാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ, അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ അവസ്ഥയിൽ മാനേജിങ് കമ്മിറ്റി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം കേസിൽ പൊതുയോഗം കൂടാൻ പറ്റാത്ത പൊതുയോഗം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായി. നമ്മുടെ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ ക്ലോസിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി എങ്ങാനും ഈ ഇലക്ഷൻ നടത്താൻ പറ്റാതെ വന്നാൽ അവർക്ക് തുടരാം എന്നുള്ളൊരു, ഇരിക്കുന്ന ഭരണസമിതിക്ക് തുടരാം എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്. ആ ഒറ്റ ക്ലോസിന്റെ പേരിലാണ് ഇപ്പം ഭരണസമിതി അവിടെ ഇരിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് തുടരാനുള്ള യാതൊരു റൈറ്റും ഇല്ല. പക്ഷെ ഒരു ഒപ്പിടണമെങ്കിൽ പോലും, ചെക്ക് ഒപ്പിടണമെങ്കിൽ പോലും ഇടവത്രാപുരത്തിന്റെ കൽപ്പന വരണം. കൽപ്പന കിട്ടിയിട്ടില്ല. കൽപ്പന കിട്ടാതെ ചെക്ക് എഴുതി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭരണസമിതി ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ആ ഭരണസമിതിയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ ഭരണസമിതി ഇലക്ഷൻ ബന്ധപ്പെട്ടാണല്ലോ, എല്ലാ ഇലക്ഷൻ കൂടിയിലാണല്ലോ ഭരണസമിതി വരുന്നത്. അപ്പോ അങ്ങനെ വന്നൊരു ഭരണസമിതിയാണല്ലോ, ഇലക്ഷനിൽ ജയിച്ച് ഒരു ഭരണസമിതിയാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ അതിന്റെ കാലാവധി ഇപ്പം കഴിഞ്ഞു, മാർച്ച് 31 കഴിഞ്ഞു. പക്ഷെ ഇനി എന്താണ്, ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ് അനിശ്ചിതാവസ്ഥയിലാണോ ഭരണം, അതോ അത് അലൗഡ് ആണോ? എന്താണ് അതിനെപ്പറ്റി ഇപ്പോഴത്തെ സാഹചര്യം? നമ്മുടെ 34 ഭരണഘടന അനുസരിച്ച് ഒരു ഭരണസമിതിക്ക് എന്തെങ്കിലും പള്ളി ചെയ്യണമെങ്കിൽ പൊതുയോഗം ഇല്ലാതെ പറ്റത്തില്ല, പൊതുയോഗം കൂടാതെ പറ്റത്തില്ല. അപ്പൊ അതിന് ദൈനംദിന ചെലവുകൾ മാത്രം ചെയ്യാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്ത് പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്കോപ്പില്ല. പിന്നെ ഈ ഭരണഘടനയെ കൊടുത്തിരിക്കുന്ന ഒരു ക്ലോസ് വെച്ചാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് കോടതി പോയി പറഞ്ഞപ്പോൾ തുടർന്ന് കുഴപ്പമില്ല. അതാണ് പ്രശ്നം. അതാണ് എന്തായാലും പ്രതിസന്ധിയിലാണ്, ഭരണസമിതി പ്രതിസന്ധിയിലാണ്. അപ്പൊ തിരുവനന്തപുരത്ത് 125 വർഷമായിട്ട്, അതായത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1900 നവംബർ 22-ാം തീയതി കൂദാശ നടത്തിയ പള്ളിയാണ് ഇത്. പരിമല തിരുമേനിയാണ് കൂദാശ നടത്തി. അതായത് പുലിക്കോട്ടിൽ തിരുമേനിയാണ് ഇതിന്റെ പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ തിരുമേനിയാണ്. അത് ഇത്രയും തിരുമേനിയുടെ ഏരിയയിലാണ് ഈ പള്ളി. ഒരു വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പള്ളിയാണിത്. അപ്പൊ ഈ പള്ളിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു നല്ലൊരു വിശ്വാസപൂർവമായിട്ടുള്ള ഒരു ഭരണവും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും കൊണ്ടുപോകേണ്ടത് ഇടവക അംഗം എന്നുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ എത്രയും പരിഹരിക്കുന്നതിനും വേണ്ടത് താങ്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്?
എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല എനിക്കൊന്നും ചെയ്യല്ല, ഞാൻ മാനേജിംഗ് കമ്മിറ്റി അംഗമോ ഞാൻ പ്രഥമതി അംഗമോ ഒന്നും അല്ല. നമുക്ക് പറയാനുള്ളത് പറയാമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് സഭയിലെ ഒരു ബാബാ തിരുമേനിയുണ്ട്, അതിൻ്റെ ഒരു ഇടവത്രാപുരത്തുണ്ട്, ഒരു വികാരിയുണ്ട്. ഈ ഒരു ഭരണക്രമമുണ്ട്. ആ ക്രമത്തോട് ചേർന്ന് നിന്നാൽ അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ബാബാ തിരുമേനിയുടെ കൽപ്പന അനുസരിക്കത്തില്ല. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധി വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന താങ്കളുടെ പേരിലും ചില സൈബർ കേസുകളും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ടാണ് ഞാൻ അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തായിരുന്നു അങ്ങനെ ഉണ്ടാവും കാരണം? സൈബർ കേസ് വരാൻ കാരണം എന്ന് പറഞ്ഞാല് ഇവര് ഈ ഭരണസമിതി എല്ലാം നമുക്ക് എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, അകത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഒരു ഒപ്പ് കണ്ടപ്പം അത് വികാരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വികാരിയുടെ ഒപ്പാണ്, അന്നത്തെ വികാരിയുടെ ഒപ്പാണ്. പക്ഷെ അത് നോക്കിയപ്പം വികാരി പറയുന്ന ആ ഒപ്പ് വികാരി അല്ലെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അത് ബാബാ തിരുമേനിയുടെ അടുത്ത് പറയുന്നു. അപ്പൊ നമ്മൾ ശരിയായ ഓർത്തുകൊണ്ട് നമ്മൾ വോയിസ് മെസ്സേജിൽ അത് ഇടുന്നു, ഇങ്ങനെ ഒരു ഒപ്പിട്ടിരിക്കുന്നു, അത് വികാരിയുടെ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് കള്ള ഒപ്പിട്ടാണോ എന്നൊരു സംശയം. അപ്പൊ അത് വികാരി അത് കഴിഞ്ഞിട്ട് അത് സമ്മതിച്ചു. അത് ഒരു വളരെ മോശമായ ഒരു സംഭവമായിരുന്നു. അത് എനിക്ക് ഇതിപ്പോ ചോദിച്ചുകൊണ്ട് മാത്രം പറയാം, ഒരു വൈദികനെ മോശമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു കുറ്റക്കാരനായി പോകും. പക്ഷെ അതിനകത്ത് ഒരു നിമിത്തമായി പോയി, ഞാനും അതിനകത്ത് പെട്ട് അങ്ങനെയാണ് ആ കേസിൽ പ്രതിയായിപ്പോയി. പക്ഷെ ഒരിക്കലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, അല്ല കേസ് തുടരുകയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ നിരപരാധിയാണ്, എനിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ വികാരി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ടുള്ള അതിന്റെ രേഖകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഭാഗമല്ല, പക്ഷെ ഞാൻ കേസിൽ പ്രതിയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇത്തരത്തില് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പ്രതിയാകുക, പ്രത്യേകിച്ചും ഇവിടെ അച്ഛന്മാരൊക്കെ പുതിയ അച്ഛന്മാർ വന്നാലും ആ വികാരി എന്നുള്ള രീതിയിൽ അവർ കേസിൽ പ്രതിയാകുക, അവർ ഈ പ്രാർത്ഥിക്കാനും കുർബാന നടത്താനും ഒക്കെ വരുന്ന ഒരു പോയിട്ട് കേസ് പോയിട്ട് പ്രതിയായിട്ട് പോവുക, ഇല്ലെങ്കിൽ അവർക്ക് ഡോക്യുമെന്റ് അവരുടെ പേരിൽ നോട്ടീസ് വരിക, ഇത്തരത്തിലുള്ള ഒരു ശരിയായ ഒരു നടപടിയല്ല നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. അത് മറ്റ് പല പള്ളിക്കാരെ ഞാൻ കണ്ടപ്പോഴും അവർ പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഉടനെ പലരും പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഈ പള്ളി പണ്ടേ ഇത് കേസ് ആണ്, ഇതിൻ്റെ ഈ പള്ളിയുടെ പരിപാടി പണ്ടേ ഈ അടുത്ത ബിൽഡിങ്ങിൻ്റെ കേസ് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ കേസ് ഒരു പുതുമയല്ല എന്നാണ് പല ആളുകളും നമ്മുടെ അടുത്ത് പറയുന്നത്. അത് ശരിയാണോ? അങ്ങനെ ഒരു കേസ് ഇങ്ങനെ കേസ് വരാനുള്ള എന്താണ് ഇതിനകത്ത്? ഈ കേസെന്ന് പറയുന്നത് ഒരു ഇന്റേണലി സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കേസിലേക്കൊക്കെ പോകേണ്ടത്. ഇവിടെ തൊടുന്നതിനോ കേസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ആണ് ആളുകൾക്ക് മനസ്സിലാകാത്തത്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനകത്ത് ആദ്യം 35 വർഷം കേസ് നടന്ന ഒരു പള്ളിയാണ് ഇത്. അത് അപ്പുറത്തെ ബസേലിയസ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അത് പള്ളിയാണ് കേസ് കൊടുത്തത്. പള്ളി പൊതുയോഗ തീരുമാനം അനുസരിച്ച് പള്ളി കൊടുത്ത കേസാണ്. ആ പള്ളി കേസ് കൊടുത്തതിന് പള്ളി ആ കേസ് തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് അപ്പീൽ പോയി. പക്ഷെ അത് വർഷങ്ങളായിട്ട് അത് കടന്ന് 2012 അത് സെറ്റിൽമെന്റിലേക്ക് വന്നു. അത് അവളോട് തീരേണ്ടിയാണ്. പിന്നെ അത് വീണ്ടും ഈ 2021 ആയപ്പോൾ വീണ്ടും കേസുകളിലേക്ക് പോയി. ഇപ്പോൾ ഉള്ളത് 16 കേസാണ്. അത് പൊതുയോഗമായിട്ട് ഇപ്പോൾ ഉള്ള കേസുകളൊക്കെ കൊടുക്കുന്നൊന്നും പൊതുയോഗത്തുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇല്ല, ഒരു ബന്ധമില്ല. അപ്പൊ അങ്ങനെ ഒരു കേസുകൾ യഥാർത്ഥത്തിൽ ആ കേസുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ? കോടതി അക്സെപ്റ്റ് ചെയ്യുമോ അങ്ങനെയുള്ള കേസുകൾ? ഞങ്ങളത് ബാവാപ്പറമ്പിന്റെ കേസിന്റെ സമയത്ത് ഫൈൻ ഞങ്ങൾ ചോദിച്ചു കോടതിയിൽ. അപ്പൊ കോടതി പറയുന്നത് ആർക്കും കേസ് കൊടുക്കാൻ അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ ബാബാ തിരുമേനി പക്ഷെ ബാബാ തിരുമേനിക്ക് അഗെയിൻസ്റ്റ് കൊടുക്കുന്ന കേസുകൾ നോക്കുമ്പോൾ അവിടെ ഒരു പൊതുയോഗത്തിന്റെ ഒരു ആവശ്യമില്ലേ? പൊതുയോഗത്തിന്റെ ഒരു തീരുമാനം വേണ്ടേ? കാരണം സഭയുടെ ഒരു മേലധ്യക്ഷനല്ലേ. അപ്പോൾ നമ്മൾ ഒരു പള്ളിയിലെ ഒരു കൈക്കാരൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കേസ് കൊടുക്കുന്ന എല്ലാ പള്ളിക്കാരും അങ്ങ് സഭയുടെ നേതൃത്വത്തിലേക്ക് കൊടുത്താൽ അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും? എപ്പോഴും ഇങ്ങനെ കേസുകൾ സഭയൊന്നും ഇങ്ങനെ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട വരത്തില്ലേ? അപ്പൊ എത്ര പള്ളിയുണ്ട് നമ്മുടെ ഇവിടെ? 48 പള്ളിയില്ലേ? എത്ര പള്ളി? 47 പള്ളിയുണ്ട്. ഈ 47 പള്ളിക്കാരിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കേസുകൾ, അതോ വേറെ മറ്റു പള്ളികളിൽ ഏതെങ്കിലും കേസുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ബാബയ്ക്കെതിരെ കേസ് കൊടുത്ത പാത്രീസുകാർ മാത്രം ഒരു കേസ് അങ്ങനെ വരുമ്പോ അത് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടെ അത് സ്റ്റഡി ചെയ്ത്
അത് സഭാ നേതൃത്വം ഇടപെട്ടത് പരിഹരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് എനിവേ അത് ഞാനത് നമുക്കതൊന്നും ചെയ്യേണ്ട കാര്യമുണ്ട്. ദിലീപ് പറഞ്ഞാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു വിഷയം. ഒന്ന് കേസ്, ഒന്ന് കണക്കിൻ്റെ കാര്യം താങ്കൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു. കണക്കിലുള്ള പിശകുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ അത് കണക്കിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം കേസ് കൊടുത്തത് നമ്മുടെ ഗബ്രിയേൽ തിരുമേനിക്ക് അഗേൻസ്റ്റ് എന്തോ ഒരു കേസ് കൊടുത്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണോ ഗബ്രിയേൽ തിരുമേനിക്കെതിരെയാണ് ആദ്യം കേസ് കൊടുത്തത്? അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ ഈ പള്ളിയുടെ വരുമാനം എന്തൊക്കെ തരത്തിലുള്ള വരുമാനമാണ് ഈ പള്ളിക്കുള്ളത്? അത് കുരിശൻ തൊട്ടിയിലുള്ള വരുമാനം, വാടകയുടെ 50% അത് നമ്മുടെ പള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റും. 50% പള്ളി ഉപയോഗിക്കുന്നുണ്ട്. പിന്നുള്ളത് മാസവരിയുണ്ട്. പിന്നെ ആള് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനമുണ്ട്. 25% നേതൃത്വത്തിന് കേന്ദ്രത്തിനും 50% നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിന്റെ 2012 സെറ്റിൽമെന്റ്. അങ്ങനെ അപ്പൊ അച്ഛന്മാർക്കൊക്കെ സാലറി കാര്യങ്ങളൊക്കെ ആരാ കൊടുക്കുന്നത്? അതൊക്കെ പള്ളിയിൽ നിന്ന് കൊടുക്കും. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും അലവൻസ് എന്തെങ്കിലും നമ്മൾ അച്ഛന്മാർക്ക് കൊടുക്കണോ, അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അലവൻസ് ഒക്കെ കൊടുക്കണം. പിന്നെ പൊള്ളിയാഴ്ച കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അല്ല 2 കോടി രൂപ 2 കോടി സംതിങ് റുപ്പീസ് പള്ളിക്ക് വരുമാനമുണ്ട് ഒരു വർഷം. അതിനകത്ത് ആദ്യം പറഞ്ഞ 2 കോടിയോളം ചെലവ് പോവാ. കാരണം ഇപ്പോഴത്തെ രീതിയിൽ പള്ളിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ ഈ പള്ളിയിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ ഈ പാളയം പള്ളിക്ക് അങ്ങനെ പ്രശ്നമില്ല. പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇഷ്ടംപോലെ. നമ്മള് ശമ്പളം തന്നെ 5 അച്ഛന്മാരുടെ ശമ്പളം റിസർവ് ഫണ്ടിൽ നിന്ന് എടുക്കേണ്ട വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല 2 കോടി രൂപ ഒരു വർഷം വരുമാനമുണ്ട് ഈ പള്ളിയിൽ നിന്ന് വരുമാനം. അതുകൊണ്ട് നമ്മുടെ പള്ളിക്ക് പ്രശ്നമില്ല. മറ്റു പള്ളികൾക്ക് ഒരുപാട് ചെറിയ പള്ളികളാണ്. അപ്പൊ ആ പള്ളികളിലൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഭദ്രാസനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ അവർ പള്ളിക്ക് വേണ്ടിട്ട് സഹായിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 5 അച്ഛന്മാർക്കുള്ള ശമ്പളം കൊടുക്കുന്നത്. അതിനകത്ത് 3 അച്ഛന്മാരെ നമുക്കുള്ളൂ. ബാക്കി പറ്റത്തില്ലാത്ത പള്ളികളിൽ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. നമ്മളിപ്പോ അവര് സഭാനേതൃത്വം ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ കുറ്റം ചെയ്തിട്ടോ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ.